ഒരു കലാകാരൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം മറ്റ് സിനിമാ നടൻ എന്നതിനപ്പുറത്തേക്ക് മറ്റ് പരിപാടികളിൽ അദ്ദേഹം നേരത്തെ സുരാജ് പറഞ്ഞതുപോലെ വളരെ ആക്റ്റീവായിട്ട് മറ്റുള്ളവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചൊരു ഗ്രൂപ്പായിട്ട് അദ്ദേഹം ഒരു അദ്ദേഹത്തിന് ഒരു ട്രൂപ്പുണ്ട്. സഹോദരനുമായി തുടങ്ങിയ ഒരു സ്റ്റേജ് ഷോസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയുണ്ട്. അത്തരത്തിൽ കലാകാരന്മാരുമായിട്ട് സിനിമയിലുള്ളവർ മാത്രമല്ല പുറത്തുള്ള ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ വളരെയധികം ബന്ധം പുലർത്തിക്കൊണ്ടുവന്ന ഒരു കലാകാരനാണ് നഷ്ടമായിരിക്കുന്നത്. കലാരംഗത്ത് തന്നെ ഇല്ലെങ്കിൽ സിനിമയിൽ തന്നെ അത് വലിയ നഷ്ടമായി തന്നെ കണക്കാക്കുന്നു. മൊഹ്സിന വീണ്ടും ചേരുന്നുണ്ട്. മൊഹ്സിന, ഹൃദയാഘാതം എന്നുള്ളത് ആശുപത്രി കൺഫേം ചെയ്തു എന്നാണ് കരുതുന്നത്. മറ്റ് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ടോ? എങ്ങനെയാണ് പൊതുദർശനം എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? ആ വിവരങ്ങൾ വരുന്നുണ്ടോ? ധന്യ, അദ്ദേഹം ഇതിന്റെ സ്വദേശം തൃശ്ശൂരാണ്. പക്ഷെ അദ്ദേഹം ദീർഘകാലമായി എറണാകുളം ആലുവ എടത്തല ഭാഗത്താണ് കുടുംബവുമായി താമസിച്ചു വരുന്നത്. എന്താണെങ്കിലും രാവിലെ ആലുവയിലെ വീട്ടിലെത്തിച്ചതിന് ശേഷമായിരിക്കും സ്വദേശത്തേക്ക് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിനേത്രി കൂടിയായ രഹനയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. നമുക്കറിയാം, വാത്സല്യം എന്ന ശ്രദ്ധേയമായ സിനിമയിലടക്കം അഭിനയിച്ച പഴയകാല നാടക സിനിമാ നടൻ അബൂബക്കർ എന്ന ബക്കറിന്റെ മകൻ കൂടിയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ അനിയൻ, നമുക്കറിയാം നിരവധി ഹാസ്യ പരിപാടികളിലൊക്കെ തന്നെ പ്രശസ്തനായ നിയാസ് ബക്കർ, അദ്ദേഹം സഹോദരനാണ്. എന്താണെങ്കിലും സംവിധായകൻ ബാലു കിരിയത്ത് മിമിക്സ് ആക്ഷൻ 500 എന്ന ചിത്രത്തിലൂടെ പരിചയപ്പെടുത്തിയ 38 മിമിക്രി കലാകാരന്മാരിൽ ഒരാളായിരുന്നു നവാസ്. ഹിറ്റ്ലർ ബ്രദേഴ്സ്, ജൂനിയർ മാൻഡ്രക്ക്, മാട്ടുപ്പെട്ടി മച്ചാൻ, ചന്ദ മാമ, തില്ലാന എന്നീ സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു നഷ്ടം ധന്യ പറഞ്ഞതുപോലെ തന്നെ സിനിമാ മേഖലയിൽ, അതുപോലെ തന്നെ മറ്റ് ഹാസ്യ പരമ്പരകൾ, അതുപോലെ തന്നെ മറ്റ് പരിപാടികൾ, അതിലൊക്കെ തന്നെ സജീവമായി തന്നെ നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഈ അടുത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ചേർന്ന് തന്നെ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന രണ്ടുപേരും തന്നെ ചേർന്ന് അഭിനയിച്ച ഒരു സിനിമയൊക്കെ ഈ അടുത്ത് റിലീസായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പ്രകമ്പനം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചോറ്റാനിക്കരയിൽ എത്തിയതിനിടയിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത വരുന്നത് തന്നെയാണ്. അതാണ് ആകസ്മിക വിടവാങ്ങലായിപ്പോയി. അതീവ ദുഃഖകരമെന്ന ഇൻഡസ്ട്രിയിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ അത്തരത്തിലാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ അത്രയും ആക്റ്റീവായി രംഗത്ത് നിൽക്കുന്ന, ഇല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ്, ഇല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് അത്തരത്തിലൊരു വിയോഗം ഉണ്ടാകുന്നത്. ഒരു കലാകാരനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന ആഘാതം അത് വളരെ വലുതാണ്. നവാസിനെ നമുക്കറിയാം, പല ആക്ടേഴ്സിനെയും ആളുകൾക്ക് ഇല്ലെങ്കിൽ തലമുറകൾ മാറുമ്പോൾ ചിലപ്പോൾ അറിയാതിരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പഴയ നടന്മാരെ ഒന്നും അധികം ആളുകൾക്ക് അറിയില്ല. പക്ഷെ നവാസ് അങ്ങനെയല്ല. നവാസ് ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ആളിലേക്ക് എത്തുന്ന രീതിയിലുള്ള സിനിമകളൊക്കെ സെലക്ട് ചെയ്ത് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു ആളാണ്. വലിയ സ്ട്രഗിളൊക്കെ ഉണ്ടായിട്ടുണ്ട് കരിയറിൽ. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മിമിക്രി കലാകാരന്മാരെ സംബന്ധിച്ചുണ്ടായ എല്ലാ സ്ട്രഗിളും അനുഭവിച്ചാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത്. പക്ഷേ എത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള, പ്രത്യേകിച്ച് നേരത്തെ സുരാജ് പറഞ്ഞ ആ ലിസ്റ്റിലുള്ള നാദിർ ഷാ, സുരാജ് വെഞ്ഞാറമൂട്, കലാഭവൻ ഷാജൻ, അങ്ങനെ ആ കലാഭവൻ ടീമിന്റെ, ഇല്ലെങ്കിൽ മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ആ ടീമിന്റെ വലിയൊരു ഭാഗമാകാൻ നവാസിന് സാധിച്ചിരുന്നു.